പള്ളിക്കൂടങ്ങളുടെ ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഉള്ള ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. കാരണം കേരളത്തിൽ സംഘാത്മകമായി വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടതിൻ്റെ ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ വാരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണദ്ദീൻ ബെച്ചിനെല്ലിയോടും അന്നത്തെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായിരുന്ന ധന്യനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെയും നിർലോഭമായ ആഹ്വാനവും നടപടികളുമാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ രൂപീകൃതമായത് എന്ന ചരിത്രം എല്ലാവർക്കും അറിവുള്ള നഗ്നമായ ഒരു സത്യമാണ്. 1864 എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നാനാജാതി മതത്തിലുള്ള സർവ മനുഷ്യ മനസ്സുകൾക്കും വിദ്യാഭ്യാസം പകരുക എന്നുള്ള വലിയ ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയും കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയും ഏറ്റവും അനുകരണീയമായ മാതൃകയായിട്ടാണ് നിലകൊള്ളുക. സഭ നൽകിയ സാമൂഹിക രംഗത്തെ വിപ്ലവാത്മകമായ ഈ തുടക്കവും മാറ്റവും തമസ്കരിച്ചുകൊണ്ട് ഇതര സമുദായങ്ങളും വ്യക്തികളുമൊക്കെയും അവരുടേതായ ചരിത്രം വിദ്യാഭ്യാസ രംഗത്ത് രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ചരിത്രത്തോടുള്ള അവഹേളനമാണ്, അജ്ഞതയാണ്. അതുകൊണ്ട് ഓരോ സമുദായവും അവരുടേതായ ചരിത്രം സൂക്ഷിക്കുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ യഥാർത്ഥ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സർവ്വ മനുഷ്യ മനസ്സുകൾക്കും വിദ്യാഭ്യാസം നൽകുവാനുള്ള സഭയുടെ വിശാലമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങിയത് എന്നുള്ള ആ ചരിത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വേദിയൊരുക്കിയ വിദ്യാഭ്യാസ ചരിത്രത്തെ തമസ്കരിക്കുന്നത് തീർത്തും അപലനീയമാണ്. യഥാർത്ഥ ചരിത്രത്തിന് സാക്ഷികളാകുവാൻ ഏവർക്കും സാധ്യമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം.